കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ കരുളായി യൂണിറ്റ് സമ്മേളനവും ഇഫ്താർ മീറ്റും നടത്തി. സമ്മേളനത്തിന് സമിതി യൂണിറ്റ് ട്രഷറർ കെ റഷീദ് സ്വാഗതം പറഞ്ഞു. സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ മിൻസാര അധ്യക്ഷത വഹിച്ചു. നല്ലൊരു സമ്മേളനമായിട്ട് തന്നെ നടത്താൻ തീരുമാനിച്ച ഒരു നോമ്പ് തുറയും കൂടി. അപ്പോൾ അതിന് ഉദ്ഘാടകനായിട്ട് എത്തിയിട്ടുള്ള നമ്മൾ അശോകനാണ്. പിന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ ഇതിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വ്യാപാരി കെ എൻ ചന്ദ്രൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ നിലവിലെ സമിതി യൂണിറ്റ് സെക്രട്ടറി കെ സന്തോഷ് ബാബു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആദരിക്കുന്ന നമ്മുടെ ഈ സമിതിയുടെ ആരംഭം തൊട്ട് ഇതിന്റെ ഭാരവാഹിയായി പ്രവർത്തിച്ച മുഹമ്മദ് അലി, അതേപോലെ നമ്മുടെ പഴയകാല ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഇപ്പോഴും ഇതിന്റെ മെമ്പറായി തുടരുന്ന നമ്മുടെ അബു ചിറ്റങ്ങാടൻ അവറുകൾ, പിന്നെ നമ്മുടെ സമിതിയിലെ ഒരു കച്ചവടക്കാരിയും ആലോചിച്ചിരുന്നത്. എന്നാൽ സമ്മേളനത്തിന്റെ ഒരു കാലം ഇന്ന് നമ്മുടെ വ്യാപാരികൾ അറിയാനുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ. വ്യാപാരി സമിതി ജില്ലാ ട്രഷറർ ബി കെ അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് നമുക്ക് സമയത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങള് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണകർത്താക്കൾ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായിട്ട് ആളുകൾ ഈ മേഖലയിൽ വലിയ പ്രതിസന്ധിക്ക് രൂപം കൊടുക്കുന്നത് നമുക്കറിയാം. നോട്ട് നിരോധനവും GST ഉൾപ്പെടെയുള്ള അപ്രയോഗികമായിട്ടുള്ള ചില സാമ്പത്തിക നയങ്ങൾ നമ്മുടെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ വരുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് സാമൂഹികമായിട്ടുള്ള പല മാറ്റങ്ങളും ഈ മേഖലയെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ഓൺലൈൻ രംഗത്തൊക്കെ വന്നിട്ടുള്ള ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏകദേശം 90 ദശലക്ഷം ആളുകൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. സ്വാഭാവികമായും ഈ ഓൺലൈൻ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം, ഓൺലൈൻ വ്യാപാര രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അത് നേരെ നമ്മളെ പോലുള്ള ചെറുകിട വ്യാപാര മേഖലയിലേക്ക് വലിയ തിരിച്ചടിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള വൻകിട കുത്തകകളുടെ സ്ഥാപനങ്ങൾ, ഇപ്പോ റിലയൻസിന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെയുള്ള ഇവരൊക്കെ ഉൾപ്പെടെയുള്ള നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ എനിക്കറിയില്ല, നമ്മുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ, സ്റ്റുഡിയോ ഡ്രഗ്സ് പോലുള്ള സ്ഥാപനങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് ആദിത്യ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ അവരെ ഫ്രാഞ്ചൈസി കൊടുക്കരുത്. ഈ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇതിൽ പണം മുടക്കുകയും ആ പണം നമ്മുടെ നാട്ടിൽ വരുന്ന സാഹചര്യം ഉണ്ടാവും. പക്ഷെ ഇന്ന് ഫ്രാൻസിന്റെ റിലയൻസിന്റെയും ടാറ്റയുടെയും ഒക്കെ ആ ഒരു ബിസിനസ് രീതി നേരെ തിരിച്ചാണ്. അവർ കമ്പനി നേരിട്ട് നടത്തുന്ന രീതിയിലേക്കാണ് അവരുടെ കമ്പനിയുടെ പോളിസികൾ. സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഷമീർ തോട്ടത്തിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അടുത്ത സമ്മേളനം നടക്കുമ്പോൾ ഈ ഹാളിനകത്ത് ഇരിക്കാൻ കഴിയാത്ത മറ്റൊരു വലിയ ഹാളിനകത്തേക്കും ഞാൻ പ്രതീക്ഷിക്കുക. കാര്യം ആ രീതിയിലാണ് വ്യാപാരി സുരക്ഷാ പദ്ധതി വിഭാഗം ചെയ്യുന്നത്. കാര്യം മരണപ്പെടുന്ന വ്യാപാരിക്ക് ഈ വ്യാപാരി വ്യവസായി സമിതി അംഗത്വമുള്ള ഏതൊരാൾക്കും ഈ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി വരാം. മരണപ്പെടുന്ന വ്യാപാരികൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കുകയാണ്. അത് കൊടുക്കട്ടെ. അത് മരണപ്പെടുമ്പോൾ അത് മാത്രമല്ല, നമ്മൾ 18 വയസ്സിനും 70 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരാൾക്കും ഈ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി അംഗത്വം എടുക്കാം. അംഗത്വം വേണ്ടതായ 1,000 രൂപയാണ്. മാസത്തിൽ 200 രൂപ പൈസക്ക് മരണപ്പെടുന്ന വ്യാപാരികൾക്ക് 5 ലക്ഷം കൊടുക്കുകയാണ്. നമ്മളൊക്കെ കച്ചവടക്കാരിൽ റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്ന കട തുറന്ന് റോഡ് സൈഡ് കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. അപകടത്തിന് സാധ്യത കൂടുതലാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടിലൊക്കെ വലിയ പ്രളയമൊക്കെ ഉണ്ടായ പ്രദേശം കൂടിയാണ്. ഞാനൊക്കെ കൊടുക്കുന്നത് ഒരു അങ്ങാടിയിലല്ല, സാധാരണ പറയുന്ന അങ്ങാടിയിലെ 8-10 ചെറിയ അങ്ങാടിയാണ്, ഒരു 10-15 വ്യാപാരികളുള്ളൂ. ആ അങ്ങാടികളിലല്ല അവിടെ 59 പേര് മരിച്ചപ്പോ അതിൽ 6 പേര് വ്യാപാരികളാണ്. ആ വ്യാപാരികൾ 3 ആളുകൾക്ക് കിട്ടിയിട്ടില്ല. 2018 ഓഗസ്റ്റ് മാസം 8-ാം തീയതി തുടക്കത്തിൽ 8 പേര് ഇപ്പോഴും കിട്ടിയിട്ടില്ല.
ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ നാസർ, സമിതി ഏരിയ കമ്മിറ്റി അംഗം അബു കൊല്ലടിക എന്നിവർ സമ്മേളനത്തിന് അഭിവാദ്യമർപ്പിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ സുജിത് ആരോഗ്യ ക്ലാസ് എടുത്തു. ഒപ്പം നിൽക്കുന്ന ഒരു വകുപ്പ് എന്ന നിലയിൽ ആരോഗ്യ വകുപ്പിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മുടെ ഇതിലെ ബഹുമാനപ്പെട്ട യൂത്ത് സെക്രട്ടറി ബാബേട്ട നിർദ്ദേശിച്ചാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് വ്യാപാരികളെ മൊത്തം ഒരു വേദി ഒരു സ്ഥലത്ത് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രയാസകരമാണ്. അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. നമുക്കിപ്പം കച്ചവടത്തിന്റെ ഒക്കെ സമയമാണ്. ആ സമയത്ത് നിങ്ങളെ ഒരുമിച്ച് പിടിക്കാൻ കുറെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്ത് തന്നെയായാലും നമുക്കറിയാം, നമുക്ക് ഈ വ്യാപാരം ഒരു കച്ചവടം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നല്ലതായ രീതിയിൽ നടത്തിയെങ്കിൽ മാത്രമേ നമുക്കതിന്റെ ഒരു ഗുണം കിട്ടുകയുള്ളൂ. അത് നമുക്ക് നിങ്ങളെല്ലാം മനസ്സിലാക്കി, എന്നേക്കാൾ ഉപരി നിങ്ങൾ മനസ്സിലാക്കിയ കാര്യമായിരിക്കും. ഒരു കച്ചവടം നടത്തുന്നുണ്ടെങ്കിൽ അവ വളരെ നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ അതിന്റെ നല്ല ഗുണങ്ങൾ ആ കച്ചവട സ്ഥാപനത്തിന് കിട്ടും, അതിന്റെ കച്ചവടം നടത്തുന്ന ആളുകൾക്ക് തൊഴിലാളികൾക്ക് കിട്ടും. അപ്പൊ അതിന് നമ്മുടെ ആരോഗ്യ വകുപ്പിലുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഏറ്റവും പ്രയാസങ്ങളായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധികൾ ഉണ്ടാവുന്നത് നമുക്ക് ഈ ഒരു ഹോട്ടൽ, സ്കൂൾ ബാർ എന്നീ മേഖലകളിൽ നിന്നുള്ള ചില വൈകുന്നേരം തട്ടുകട അത്തരം സ്ഥലങ്ങളിൽ നിന്നാണ്. പലതും നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ അഭികരമായി പറഞ്ഞില്ല, മഞ്ഞപ്പിത്ത പോലുള്ള രോഗങ്ങൾ. നമുക്ക് ഈ അടുത്ത കാലത്ത് നമുക്ക് കരുളായി പഞ്ചായത്താണെങ്കിലും കൊണ്ടോട്ടി പഞ്ചായത്താണെങ്കിലും നമ്മുടെ CSC കാളികാവിൽ നമ്മുടെ കാളികാവ് ബ്ലോക്കിന്റെ കീഴിൽ വരുന്നതാണ് കരുളായി പഞ്ചായത്ത്. ഈ കരുളായി പഞ്ചായത്ത് ഓരോ അസുഖങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് പക്ഷേ ഒരു ഉറവിടമായിട്ട് കിട്ടുന്നത് ഒന്നുകിൽ കച്ചവട സ്ഥാപനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ തട്ടുകടകളായിരിക്കാം. തട്ടുകളില്ലാതെ തന്നെ നമ്മുടെ ബുദ്ധിമുട്ടുന്നത് അവർക്ക് ഒരു പക്ഷേ ലൈസൻസ് ഉണ്ടാവുന്നില്ല, ഒരു പക്ഷേ ഇന്ന് ഇവിടെ നടത്തിയവരായിരിക്കില്ല, നാളെ പ്രവർത്തനം ഉണ്ടാവുന്നില്ല. അങ്ങനെ കുറെ പ്രയാസങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമ്മുടെ വ്യാപാര സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്നുണ്ട്. എന്തിനായാലും സമ്മേളനത്തിൽ എഴുത്തുകാരി കെ സൗജത്ത്, യുവപഞ്ചായത്ത് മെമ്പർ ഷുഹൈബ്, പഴയകാല കച്ചവടക്കാരായ അബു ചിറ്റങ്ങാടൻ, മുഹമ്മദ് അലി മലപ്പുറവൻ എന്നിവരെ ആദരിച്ചു. സമ്മേളനത്തിന് അബ്ബാസ് നന്ദി പറഞ്ഞു. കരുളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ കണ്ടങ്ങാപ്പുറം വിശിഷ്ടാതിഥിയായി ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. KL 71 ന്യൂസ്.